കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ. എന്റെ ഹിതമില്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. നിങ്ങൾ ഉറങ്ങുകയാണല്ലേ? 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് നിങ്ങൾക്ക് എന്നോടൊപ്പം പ്രാർത്ഥിക്കുമായിരുന്നില്ലേ? മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഗുരുവേ, ഞാനുള്ളപ്പോൾ അങ്ങയെ ആരും കൊണ്ടുപോകാനിടവരില്ല. അങ്ങയ്ക്ക് വേണ്ടി എന്റെ ജീവൻ കൊടുക്കുവാനും ഞാൻ തയ്യാറാണ്. ഇന്ന് പുലർച്ചെ കോഴി കൂകും മുമ്പേ നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. കർത്താവേ, എന്നെ പറ്റി അങ്ങനെയൊന്നും പറയരുതേ. അതാ അവർ വരുന്നു. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നുവോ? അത് ഞാൻ തന്നെയാണ്. ഗുരുവേ, സ്വസ്തി. ഒരു ചുംബനം കൊണ്ട് നീ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തുവല്ലേ? പത്രോസ്, വാളുറയിലിടുക. ആ ചെവിയെടുത്ത് യഥാസ്ഥാനത്ത് വെക്കുകയും ഇനി എന്നെ ബന്ധിച്ചുകൊള്ളു. ശിഷ്യന്മാരെ, ആ ഗുരുവിനെ കയ്യവാസിന്റെ അരമനയിൽ കൊണ്ടുവന്ന് എന്തു ചെയ്യും? അവർക്ക് കൊല്ലാൻ അധികാരമില്ലാത്തതിനാൽ പീലാത്തോസിന്റെ കച്ചേരിയിലെത്തിക്കും. മനുഷ്യ, നീ ആ യേശുവിന്റെ ശിഷ്യനല്ലേ? ഞാനല്ല. നിന്നെ ഞാൻ അവനോടൊപ്പം കണ്ടിട്ടുണ്ടല്ലോ. എന്റെ ആയിരിക്കില്ല, വേറെ ആരെയായിരിക്കും കണ്ടിരിക്കുന്നത്. നിന്നെ തന്നെയാണ് ഞാൻ കണ്ടത്. നീ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നു. സത്യമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ അവന്റെ ശിഷ്യനെയല്ല. അറിഞ്ഞില്ലേ, ആ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിന്റെ മനോവിഷമത്താൽ യൂദാസ് കെട്ടിഞ്ഞാണ് ചത്തത്. എന്റെ മകൻ, ഇതാണ് എന്റെ അമ്മ. എനിക്ക് ദാഹിക്കുന്നു. എന്റെ ദൈവം എന്തുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചു? എന്റെ പിതാവേ, ആ കേക്കരങ്ങളിൽ എന്റെ ആത്മാവിൽ സമർപ്പിക്കും.